നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചതിന് ശേഷം കേരളത്തിലെ UDF എന്നാൽ ഞങ്ങളാണെന്ന ഭാവം കേരളത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന ചില മതസംഘടനകളുടെ ഉള്ളിലുണ്ട്. ഈ മനോഭാവത്തോടെ കിടന്നിടത്തൊക്കെ അവർ മതങ്ങളെയും സന്യാസ ശ്രേഷ്ഠന്മാരെയും മതപുരോഹിതരെയും നോവിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും തിട്ടൂരങ്ങളും നിരന്തരം പുറപ്പെടുവിക്കുകയാണ്. ഓണാവധിയും ക്രിസ്മസ് അവധിയും വെട്ടിക്കുറിക്കണമെന്നാണ് അതിൽ അവസാനത്തേത്. ലഭിക്കില്ലെന്ന് അറിയാമെങ്കിലും അതിരുവിട്ട ആഗ്രഹങ്ങളുടെ പിന്നാലെയാണ് അവർ. സമൂഹ പുരോഗതികളെ പിറകോട്ട് നയിക്കുന്ന മതനിയമങ്ങൾ കേരളമാകെ നടപ്പിലാക്കി കിട്ടാനുള്ള വ്യഗ്രതയിലാണിപ്പോൾ. പക്ഷെ കേരളം എന്നാൽ പണ്ടേ മത രാഷ്ട്രീയ ദുർഭൂതങ്ങളെ പടിക്ക് പുറത്ത് നിർത്തിയ ഭാരതത്തിലെ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണെന്ന കാര്യം ഇവർ മനഃപൂർവ്വം മറക്കുകയാണ്. ബാലറ്റ് പേപ്പറിലൂടെ EMS നമ്പൂതിരിപ്പാട് കേരള മുഖ്യമന്ത്രിയായതിനു ശേഷം ഇപ്പോഴുള്ള പിണറായി വിജയൻ വരെയുള്ളവരെ അവരുടെ ജാതിയും മതവും അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അവരുടെ ജന്മജാതികളെ പരിഗണിച്ചല്ല കേരളീയർ മുഖ്യമന്ത്രിയാക്കിയത്. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ബാലറ്റിലൂടെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് കേരളത്തിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമാകുന്നത്. അതാണ് ഇതേവരെ കേരളത്തിൽ തുടരുന്നതും ഇനി അങ്ങോട്ട് തുടരേണ്ടതും. ജാതീയമായി കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ ജന്മജാതിയും മതവും പരിശോധിച്ചാൽ നമ്പൂതിരിയിൽ നിന്നും നായരിൽ നിന്നും ഈഴവരിൽ നിന്നും തീയരിൽ നിന്നും മുസ്ലിമിൽ നിന്നും ക്രിസ്ത്യാനിയിൽ നിന്നും കേരളത്തിൽ കാലാകാലങ്ങളിൽ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ ഒരു മതത്തിന്റെയോ ജാതിയുടെയോ കള്ളികളിൽ ഒതുക്കാൻ പോയ വർഷങ്ങളിൽ കേരളീയർ തയ്യാറായിരുന്നുമില്ല. എന്നാൽ ഇപ്പോൾ വർഗീയതയും ജാതീയതയും അതിന്റെ ഹിമമുടിയിലേറി നിൽക്കുന്ന അസുരകാലമായി കേരളം മാറിയിരിക്കുന്നു. കാണുന്നതിലും കേൾക്കുന്നതിലുമെല്ലാം വർഗീയ നിറങ്ങൾ കാണുന്ന ഗുരുവിന്റെ അനുയായിയെയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾക്ക് വേണമെന്ന് സോഷ്യൽ മീഡിയയിൽ രായ്ക്ക് രാമാനം അലറി വിളിക്കുന്ന മറ്റൊരു മതവിഭാഗത്തെയും തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണിന്ന് സാക്ഷര കേരളത്തിൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ നൽകിയതോടെ നിലമ്പൂർ വിജയം അവരുടെ കഴിവുകൊണ്ട് മാത്രം സംഭവിച്ചതാണെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. പൊതുവിൽ ഇന്ന് സാധുക്കളായ മദനിയുടെ വോട്ട് കിട്ടിയിട്ടും ഇടതുപക്ഷത്തിന് ജയിക്കാൻ സാധിക്കാത്തതിനാൽ PDPക്കാർ വലിയ അവകാശവാദത്തിനൊന്നും വരുന്നില്ലെങ്കിലും അവസരം കിട്ടിയാൽ അവരും പത്തി ഉയർത്തിയെന്ന് വരാം. ബാബറി മസ്ജിദ് ഒരു കൂട്ടം വർഗീയ ഫാഷിസ്റ്റുകൾ തകർത്ത നാൾ മുതൽ ഇന്ത്യയിലെ അരക്ഷിത മുസ്ലിം സമുദായത്തെ വെറുപ്പിന്റെയും പകയുടെയും ചൂടൻ അന്തരീക്ഷത്തിൽ നിന്നും കേരളത്തിൽ കുറച്ചൊക്കെ തടഞ്ഞു നിർത്തി തണുപ്പിച്ചത് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന മുസ്ലിം ലീഗും UDFുമായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണിയാണ് ഇന്നത്തെ UDF. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ അടുത്ത ഭരണം UDFന് ലഭിക്കാനും സാധ്യതയുണ്ട്. ഇതാണ് സുവർണ നിമിഷമെന്ന് കരുതി അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന നിരോധിത സംഘടനകൾക്ക് മേയാനുള്ള പാഠമായി വരും കാലങ്ങളിൽ കേരളത്തെ മാറ്റാമെന്ന ചില വർഗീയ കോമരങ്ങൾ കിനാവ് കാണുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി നിറയ്ക്കാൻ കഴിയാത്ത തങ്ങളുടെ വർഗീയ പെട്ടി UDF വന്നാൽ എളുപ്പത്തിൽ നിറയ്ക്കാമെന്ന് ഇക്കൂട്ടർ വ്യാമോഹിക്കുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം അന്തരീക്ഷം UDFന് അനുകൂലമെന്ന ധാരണയിൽ അവർ മുന്നേ തന്നെ അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പിടിപ്പിക്കുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും അടങ്ങുന്ന നേതാക്കൾ ഇത്തരം വിഷയങ്ങളെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിന്റെയൊക്കെ ഗുണം ചെന്നു ചേരുന്നത് മറ്റൊരു വർഗീയ കോമരങ്ങളായ ഇന്നത്തെ ഇന്ത്യൻ ഭരണവർഗത്തിന് തന്നെയായിരിക്കും. അവർ ആഗ്രഹിക്കുന്നതും കലക്കവെള്ളത്തിലെ മീനുകളെ തന്നെയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യാതൊരു ഉപാധിയുമില്ലാതെ ഇത്തരക്കാർ ആശ്ലേഷിക്കാൻ വന്നപ്പോൾ തന്നെ കടക്ക് പുറത്തെന്ന് പറയാനുള്ള ആർജവം VD സതീശനും കുഞ്ഞാലിക്കുട്ടിക്കും മറ്റു UDF നേതാക്കൾക്കും ഉണ്ടാകണമായിരുന്നു. ന്യൂനപക്ഷ വർഗീയ പ്രീണനം തുടരുന്നിടത്തോളം അതിന്റെ ഏക ഗുണഭോക്താക്കൾ കലക്കവെള്ളത്തിൽ മീനിനു വേണ്ടി നോറ്റിരിക്കുന്ന സംഘപരിവാർ തന്നെയായിരിക്കും. ഇനിയും വൈകിയിട്ടില്ല. വോട്ടും ഭരണവുമല്ല, നമ്മുടെ മതേതര കേരളത്തിന്റെ പരിശുദ്ധമായ ആത്മാവ് വീണ്ടെടുക്കുകയാണ് നമ്മുടെ മുഖ്യ കടമയെന്ന UDF നേതാക്കൾ മനസ്സിലാക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു. അതിനവർക്ക് കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.